ശരി, ശ്രീ ടി പി ജയചന്ദ്രൻ അതിനുള്ള മറുപടി. നേരത്തെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ പലയിടങ്ങളിലും പ്രചാരണത്തിന് വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിന്റെ ഗുണം കിട്ടിയിട്ടില്ല BJPക്ക്. ഇപ്പോഴും അങ്ങനെയാകുമെന്നാണ് CK ഷാക്കിർ പറയുന്നത്. പക്ഷേ മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യമാണല്ലോ നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. മഞ്ജുഷേ, ഞാൻ മനസ്സിലാക്കുന്നത് ഷക്കീർ ലീഗിന്റെ ദേശീയ നേതാവാണ്. 16 സംസ്ഥാനങ്ങളിലോ മറ്റോ 16ഓ 18ഓ സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന വീമ്പൊക്കെ പറയുന്നത്. എനിക്ക് ഷക്കീറിനോട് പറയാനുള്ളത്, സംസാരിക്കുന്നതിലും ആ ഒരു നിലവാരമൊക്കെ നമുക്കാവാം. 18 സംസ്ഥാനങ്ങളിൽ യാത്ര ചെയ്യുന്ന നിങ്ങൾ, ദേശീയ നേതാവായ നിങ്ങൾ, പഴയ നമ്മുടെ കാസറ്റ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് വർത്തമാന കാലഘട്ടത്തിലെ ഡാറ്റകളും നിലവിലുള്ള ഏജൻസികളുടെ വിശ്വാസ്യതയും ഒക്കെ നോക്കി പറയണം. ഞാൻ തുടങ്ങിയത് തന്നെ പട്ടിക സൂചികയുടെ കണക്ക് പറഞ്ഞുകൊണ്ടാണ്. ലീഗിന്റെ ദേശീയ സൂത്രത്തോട് ഞാൻ ചോദിക്കുന്നത്, ഏത് ഏജൻസിയുടേതാണ് സർ ഈ പട്ടിക? അവരുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിശ്വാസ്യത എന്താണ്? അവരുടെ സാമ്പിൾ സർവേ എന്താണ്? അവരുടെ പഠനത്തില് പാകിസ്ഥാൻ സ്ഥാനത്താണ്, ബംഗ്ലാദേശ് എത്ര സ്ഥാനത്താണ്, ശ്രീലങ്ക എത്ര സ്ഥാനത്താണ്? ഇവരെന്തെങ്കിലും ആധികതയുണ്ട്? അത് ലോകബാങ്ക് അംഗീകരിച്ച ഏതെങ്കിലും ഏജൻസി പറയാം. ശ്രീലങ്ക 56ാം സ്ഥാനത്താണ്, ബംഗ്ലാദേശ് 68ാം സ്ഥാനത്താണ്, നേപ്പാൾ 86ആണ്. അതായത് ദരിദ്ര രാജ്യങ്ങൾ പോലും നിങ്ങൾ എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. എന്നോട് ദേഷ്യം പിടിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഡാറ്റകൾ പരിശോധിച്ചോ? നിങ്ങൾ ഈ വിവരക്കേട് മുഴുവൻ പറഞ്ഞപ്പോ ഷക്കീറെ, ഞാനൊരു അക്ഷരം ഉണ്ടാഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് വേണം എനിക്ക് മറുപടി പറയാൻ. ഞാൻ പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ എനിക്ക് മറുപടി പറഞ്ഞോളൂ. എന്റെ അവസരം വരുമ്പോ ഞാൻ നിങ്ങൾക്ക് കൃത്യം മറുപടി നൽകാം. ജനാധിപത്യത്തിൽ അതല്ലേ മര്യാദ. പിന്നെ നിങ്ങൾ പറഞ്ഞു മതപരമായി വേർതിരിക്കുന്നു. ആരാണ് മതപരമായി വേർതിരിക്കുന്നവർക്ക് ക്ലാസ് എടുക്കാൻ വരുന്നത്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അല്ല സഹോദര, നിങ്ങളുടെ രാഷ്ട്രീയവും മതവും രണ്ടാണോ? 1906 ആഗാ ഖാൻ രൂപീകരിച്ച ലീഗിൽ നിന്നും വിഭിന്നമാണോ ഇന്നത്തെ മുസ്ലിം ലീഗ്? നിങ്ങൾ അവകാശപ്പെടുമോ? രാജ്യത്തെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ വിഭജിച്ച മുസ്ലിം ലീഗിന്റെ തീരുമാനം തെറ്റാണ് എന്ന് ഈ ചാനലിൽ വന്ന് ഷക്കീർ പറയുമോ? കാസർഗോഡ് വെച്ച് നിങ്ങൾ ഉന്നത നേതാക്കന്മാർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ വെച്ച് അമ്പലനടയിൽ പച്ചയ്ക്ക് കത്തിച്ച് മുദ്രാവാക്യം വിളിച്ച പാർട്ടിയല്ലേ നിങ്ങൾ? കോഴിക്കോട്ട് വന്നിട്ട് നിങ്ങളുടെ വലിയ വലിയ നേതാക്കളിരിക്കുന്ന വേദിയിലല്ലേ വീണ എന്ന് പറയുന്ന സ്ത്രീയെ റിയാസ് എന്ന് പറയുന്ന പുരുഷൻ കല്യാണം കഴിക്കുന്നത്? അവിടെ പേര് നോക്കിയിട്ട് വിശദാംശം നടക്കില്ല. അത് വിവാഹമല്ല, വ്യഭിചാരമാണ് എന്ന് പറഞ്ഞത് നിങ്ങളാണോ അദ്ദേഹത്തിന് ക്ലാസ് എടുക്കാൻ വരുന്നത്? മതമാണ് 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 മതം തന്നെയാണ് പ്രശ്നം. അതിനപ്പുറം ഞങ്ങൾ ഒന്നുമില്ല പറഞ്ഞ നിങ്ങളുടെ ഇന്ന് നിങ്ങളുടെ MLA നിങ്ങളാണോ ഇവിടെ വന്നിട്ട് കാത് നിൽക്കുന്നത്? ഞങ്ങൾക്ക് ദേശീയ നേതാവായി നിങ്ങളൊന്ന് ചോദിക്കും. കേരളത്തിന്റെ പുറത്ത് എന്തുകൂടെ ഈ പ്രസ്ഥാനം ലക്ഷ്യമിക്കാത്ത നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? വളരെ കൃത്യം ഇന്ന് കേരളത്തിൽ പറയും 6ാമത്തെ മുഖ്യമന്ത്രി, 7ാമത്തെ മന്ത്രി, ഉപമുഖ്യമന്ത്രി, ഇതൊക്കെ ഞങ്ങൾക്ക് വേണം, ഞങ്ങൾക്ക് മറ്റൊന്നുമില്ല എന്ന് പറയുന്നവർ ദയവ് ചെയ്ത് പേര് വന്നു മതേതരത്വത്തിൽ നിങ്ങൾ ക്ലാസ് എടുക്കരുത് എന്ന് മാത്രമാണ് സർ നിങ്ങൾ ആമുഖമായിട്ട് പറയാനുള്ളത്. കോൺഗ്രസ് ഓൺ ചെയ്യുന്നുണ്ടോ? കോൺഗ്രസ് പറയുന്നത് ഇതൊക്കെ തെറ്റാണ്. പിന്നെ നിങ്ങൾ അവർക്കൊരു വികാരമല്ലാത്ത എടുക്കുന്നത്. ഇനി മനുഷ്യർ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. പ്രധാനമന്ത്രി 2 പരിപാടികളിലാണ് തിരുവനന്തപുരം പങ്കെടുത്തത്. ഒന്ന് ഗവൺമെന്റിന്റെ വികസനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടന പരിപാടി, മറ്റൊന്ന് BJPയുടെ പ്രവർത്തകന്മാരുള്ള പരിപാടിയായിരുന്നു. BJP പ്രവർത്തകന്മാരുടെ അദ്ദേഹം രാഷ്ട്രീയം പറഞ്ഞു. പൊതു പരിപാടി അദ്ദേഹം എന്താണ് പറഞ്ഞത് നോക്കൂ. കൊച്ചു കേരളം ഇന്ന് പല കാര്യങ്ങളിലും പുറകോട്ട് നിൽക്കുന്ന കേരളത്തിലെ വ്യാപാര വികസനത്തിന്, കേരളത്തിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക്, കേരളത്തിലെ ടൂറിസം വികസനത്തിന്, ദക്ഷിണേന്ത്യയെ മുഴുവൻ കണക്ട് ചെയ്തുകൊണ്ടുള്ള 3 അമൃത് ഭാരത ട്രെയിനുകൾ ഏറ്റവും കുറഞ്ഞ കുലിയിൽ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, തെലങ്കാന, കേരളത്തെ 4 സംസ്ഥാനങ്ങളുമായി കണക്ട് ഉണ്ടാക്കുന്ന അതിവേഗം വികസിക്കാൻ സാധ്യത ഒരു വലിയ പ്രവർത്തനം കുറിച്ചു. അതോടൊപ്പം നാട്ടിലെ വികസനം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മുന്നേറ്റം, അത് കേവലം ഭാരതത്തിന്റെ കേരളത്തിലുള്ള സംസ്ഥാനങ്ങളുടെ വികസനം കഴിയുന്നില്ല. കഴിയുന്നപ്പോഴാണ് വിഭജിക്കുന്നത്. അമേരിക്ക പ്രഖ്യാപിച്ച താരിഫ് വിജയിക്കൊണ്ട് IMF സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. 7 കടന്നിരിക്കുന്നു ഭാരതത്തിന്റെ വികസനം.
അതിൽ കേരളത്തിലെ ഉണ്ടാവണം, ദക്ഷിണ സംസ്ഥാനം പങ്കുണ്ടാകണം, വടക്കേ സംസ്ഥാനങ്ങൾ പങ്കുണ്ടാകണം, ആശുപത്രി വികസിക്കണം. ആ വികസനത്തിൽ അംബാനി അദാനിക്കൊപ്പം തിരുവനന്തപുരം നഗരവിദ്യയുടെ കുന്നുപടിക്കാരൻ ഈ സൂര്യകുട്ടർ പറയുന്നവർ എന്നവരെ നോക്കിയിട്ടില്ലാതെ ആ പാവപ്പെട്ട ജീവിതത്തിന് 1 ലക്ഷം രൂപ റിവോൾവിംഗ് നൽകുന്ന ശരി, ശ്രീ ടി. പി. ജയചന്ദ്രൻ താങ്കളിലേക്ക് വരാം. ശബ്ദത്തിൽ കുറച്ച് പ്രശ്നമുണ്ട്, അതൊന്ന് ശരിയാക്കിയിട്ട് താങ്കളിലേക്ക് വരാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.